കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്ക് വികസന സംവാദം തുടങ്ങിയത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ഇതിലൂടെ BJPക്ക് വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുക എന്നതായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ചേർപ്പ് പുള്ളിൽ നടത്തിയ കലുങ്ക് സംഗമമാണ് ആദ്യം സുരേഷ് ഗോപിയെ തിരിഞ്ഞുകുത്തിയത്. അന്ന് തായാട്ട് കൊച്ചുവേലായുധൻ എന്ന വയോധികൻ ഒരു നിവേദനവുമായി കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൻ്റെ MP-യുമായ സുരേഷ് ഗോപിയെ സമീപിക്കുന്നു. കേടുവന്ന തൻ്റെ വീട് നന്നാക്കാൻ സഹായം തേടിയായിരുന്നു ആ പാവം എത്തിയത്. എന്നാൽ അദ്ദേഹം നീട്ടിയ കവർ വാങ്ങാനോ തുറന്നു നോക്കാനോ സുരേഷ് ഗോപി തയ്യാറായില്ല. നിവേദനം വാങ്ങലല്ല തൻ്റെ പണി എന്നായിരുന്നു അന്ന് മറുപടി. പിന്നെ എന്താണ് ഒരു മന്ത്രിയുടെ പണി? എന്താണ് ഒരു ജനപ്രതിനിധിയുടെ പണി? ഏതായാലും ആ അവസരം CPM മുതലെടുത്തു. കൊച്ചുവേലായുധന് അവർ വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. വീട് ഉടൻ തന്നെ നിർമ്മിച്ചു നൽകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ അറിയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി കൊച്ചുവേലായുധനോട് പറയുന്നത് കേട്ട മറ്റൊരാൾ കൊണ്ടുവന്ന നിവേദനം മറച്ചുപിടിക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടെ വൈറലായി. അന്നത്തേത് വെറുമൊരു കൈപ്പിഴയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പിന്നീട് പറഞ്ഞത്. ആയിരിക്കാം, മനുഷ്യനല്ലേ. അതിനുശേഷം ഇതാ വീണ്ടും ഇത്തവണ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട ആനന്ദവല്ലി എന്ന വയോധികയോടാണ് മന്ത്രിയുടെ തട്ടിക്കയറ്റം. ഇതൊന്നും തൻ്റെ പണിയല്ലെന്നും പോയി മുഖ്യമന്ത്രിയോട് പറ എന്നുമായിരുന്നു ധാർഷ്ട്യത്തോടെയുള്ള സുരേഷ് ഗോപിയുടെ മറുപടി. അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ED പിടിച്ചെടുത്ത കാശ് എന്നാ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് കയറുമെന്നും ഇത്രയേ പറ്റൂവെന്നും സുരേഷ് ഗോപി തീർത്തു പറയുന്നു. അത് കേട്ട് ചിരിക്കുന്നവരെയും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ ഇരിക്കുന്നവരെയും ദൃശ്യങ്ങളിൽ കാണാം. അതിന് നിങ്ങളുടെ MLA കാണണം. അവിടെയും CPM രക്ഷയ്ക്കെത്തി. ആനന്ദവല്ലിക്ക് 10,000 രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് CPM ഇടപെട്ട് വാങ്ങി നൽകി. പലിശ ഇനത്തിൽ മാത്രം 1.25 ലക്ഷമാണ് ബാങ്കിൽ നിന്ന് ആനന്ദവല്ലിക്ക് കിട്ടാനുള്ളത്. 10,000 രൂപ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് എങ്കിലും ആനന്ദവല്ലിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം അത് വലുതു തന്നെയാണ്. മരുന്ന് വാങ്ങാനുള്ള കാശായെന്നാണ് ആനന്ദവല്ലി പറഞ്ഞത്. കലുങ്ക് സംഗമത്തിലേക്ക് തിരികെ വന്നാൽ ഇതിപ്പോൾ ആളുകളെ വെറുപ്പിക്കാനാണോ എന്നാണ് സംശയം. അധികാരത്തിൻ്റെ ഗർവിൽ നടക്കുന്ന കാഴ്ചകളാണ് അല്ലെങ്കിൽ പെരുമാറ്റമാണ് ഓരോ കലുങ്ക് സംഗമവും എന്ന് പറയാതെ വയ്യ. കരുവന്നൂർ ബാങ്ക് വിഷയം ഉന്നയിച്ചാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജനവിധി തേടിയത്. കരുവന്നൂർ വിഷയത്തിൽ പദയാത്രയടക്കം നടത്തിയ സുരേഷ് ഗോപി തന്നെ വിജയിപ്പിച്ചാൽ ആ പണം തിരികെ നൽകുമെന്ന് വരെ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അതൊക്കെ ജയിച്ചപ്പോൾ മറന്നതുപോലെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന ഒരു ലൈൻ. പണം വാങ്ങി ബാങ്കിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആനന്ദവല്ലി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ശ്രദ്ധിക്കണം. സുരേഷ് ഗോപിയെ കണ്ട നേരത്തെ ബാങ്കുകാരെ കണ്ടാൽ മതിയായിരുന്നുവെന്ന്. ഇങ്ങനെ ഒരു വോട്ടറെ കൊണ്ട് പറയിക്കുന്നത് അത്ര ഭൂഷണമല്ല ഒരു ജനപ്രതിനിധിക്കും. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ. സഹായം തേടിയെത്തുന്നവരെ പിണക്കി അപമാനിച്ചു വിടുന്നത് സത്യത്തിൽ BJPക്ക് പുതിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അവിടെയെല്ലാം CPM ഗോളടിക്കുന്നുവെന്നത് അതിനേക്കാൾ വലിയ തലവേദന. ഇനിയും 1-2 കലുങ്ക് സമ്മേളനങ്ങൾ കൂടി സുരേഷ് ഗോപിക്ക് ബാക്കിയുണ്ട്. അവിടെയെല്ലാം ഇനി എന്തെല്ലാമാണോ കാത്തിരിക്കുന്നത്. ഇനി CPMനോടാണ്. ഈ കൊച്ചുവേലായുധനും ആനന്ദവല്ലിയുമെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു മുമ്പും. അന്നൊന്നും നിങ്ങളും അവരെ കണ്ടതായി നടിച്ചില്ല എന്നത് നിങ്ങളുടെ പൊതുപ്രവർത്തനത്തിലും എന്തോ പ്രശ്നമുണ്ട് എന്നത് തന്നെയാണ് കാണിക്കുന്നത്. തിരുത്തേണ്ടതുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ കലുങ്ക് സംഗമം എല്ലാത്തിനും ഒരു നിമിത്തമായി എന്ന് കരുതാം. സിനിമയിലെ ഭരത്ചന്ദ്രന്റെ വേഷത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇനിയും മുക്തമായിട്ടില്ലെന്നാണ് പൊതുവെ പറയാറ്. നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെയല്ല, രാജ്യത്തിന്റെ മന്ത്രിയാണ് താനെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത ജനത്തെ അവഹേളിക്കുന്നതും അവരുടെ വിഷമം മനസ്സിലാകാതിരിക്കുന്നതും ഭരത്ചന്ദ്രനിസമല്ല, അധികാര ഗർവ് മാത്രമാണ്. NTV UAE to the world.